സാറെന്താ മറുപടി ഒന്നും പറയാത്തത്? പറയാം. നീ വന്നേ. നിന്നെ വിളിച്ചില്ല, നീ മാത്രം വന്നാ മതി. ഞാനും ഈ MLA-മാരും അനന്തമ്പിള്ളയുടെ കൂടെ പോയവരല്ല. സദാശിവൻ സാറേ, പൊളിറ്റിക്സ് ആണ് സബ്ജക്റ്റ് എങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എനിക്കതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യവുമില്ല. പൊളിറ്റിക്സ് അല്ലാതെ നമുക്ക് എന്ത് സബ്ജക്റ്റാ സാറേ ഉള്ളത്? ചോരയും നീരും വറ്റിച്ച് മഹാദേവൻ സാറും നമ്മളെല്ലാരും കൂടി പടുത്തുയർത്തിയ പ്രസ്ഥാനമാ ഒരു സുപ്രഭാതത്തിൽ ആ ദ്രോഹി തല്ലി തകർത്ത് കളഞ്ഞത്. ഇതങ്ങനെ വിടാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്. ഓർക്കുമ്പോ മനസ്സിലൊരു നീറ്റില്ല. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഞാനിതൊരു വികാരത്തിലങ്ങ് പറഞ്ഞു പോയതാ. അതോടെ നിൽക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ വന്നത് ഋതുമോള് വിളിച്ചിട്ടാ. വർമ്മ സാറിന്റെ സാന്നിധ്യത്തില് എല്ലാവരോടുമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഋതുമോള് പറഞ്ഞു. അതെന്താണെന്ന് ഋതുമോള് തന്നെ പറയും. മോള് പറഞ്ഞോ? അച്ഛാ, ഞാൻ കാണിക്കുന്നത് ധിക്കാരാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു കാര്യം എല്ലാവരുമായിട്ട് സംസാരിക്കണമായിരുന്നു. മോള് കാര്യം പറയല്ലേ വർമ്മ സാറേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ടുകളയാം. എന്തായാലും ഒരു സാധാരണ പെൺകുട്ടി അല്ലല്ലോ വർത്തിക്കാൻ മോള്. വർമ്മ സാറിന്റെ മോളല്ലേ? ഇവളിതെന്തിനുള്ള പുറപ്പാടാണ്? ഏട്ടൻ വഴക്കൊന്നും പറയില്ല മോളെ. മോക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്ക് എല്ലാവരുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ളത് പുതിയൊരു ആശയമാണ്. ഒരു പുതിയ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഉണ്ടായതാ നൂതനമായ ഈ ആശയം. അനന്തപിള്ളയെ പോലെ കുറെ ഫ്യൂഡലിസ്റ്റ് ചിന്താഗതിക്കാരിൽ നിന്നും ഈ നാടിനെ നമുക്ക് മോചിപ്പിക്കണം. പൊതുജനങ്ങളോട് യാതൊരു സ്നേഹവും ഉത്തരവാദിത്വവും കമ്മിറ്റ്മെന്റും ഇല്ലാത്ത നേതാക്കള് ഇന്നത്തെ രാഷ്ട്രീയത്തിലുള്ളത്. ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാ നിങ്ങളോട് ഇപ്പൊ പറയുന്നത്. രാഷ്ട്രീയം അധികാരം നേടാനല്ല, അധികാരം ജനങ്ങൾക്ക് തിരികെ കൊടുക്കാന്. ജനങ്ങൾ കരയുമ്പോ കേൾക്കുന്ന ചെവിയാണ് രാഷ്ട്രീയം. അവരുടെ ശബ്ദമായി നിൽക്കുന്നവരായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ. പണത്തിനും പദവിക്കും വേണ്ടി നിലകൊള്ളുന്നവർ രാഷ്ട്രീയക്കാരല്ല. ജനനന്മയ്ക്ക് വേണ്ടി പോരാടുന്നവരാ യഥാർത്ഥ രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രീയം ഒരു പോരാട്ടമായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്പം അവിവേകമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ നാടിനു വേണ്ടി എനിക്ക് ചിലത് പറഞ്ഞേ പറ്റൂ. അനന്തപിള്ള പാർട്ടി തകർത്തു എന്ന് പറഞ്ഞപ്പോ മാറി നിൽക്കുന്നത് വീരത്വമാണെന്നാ എന്റെ അഭിപ്രായം. ഈ പാർട്ടിയിൽ ഇപ്പോഴും എന്റെ അച്ഛനും സദാശിവൻ സാറും പടനിലം തോമസ് സാറും ഉൾപ്പെടെയുള്ള കരുത്തരായ നേതാക്കളുണ്ട്. പാർട്ടിക്ക് പുതിയൊരു മുഖവും പ്രതിച്ഛായയും നമുക്ക് വേണം. അതിന് കരുത്തരായ യുവതി യുവാക്കളെയും കൂടി ചേർത്ത് ഇടഞ്ഞു നിൽക്കുന്ന മറ്റ് പാർട്ടി പ്രവർത്തകരെയും കൂടെ കൂട്ടി നമ്മുടെ മുന്നണി വികസിപ്പിച്ചെടുക്കണം. അനന്തപിള്ള പാർട്ടിയുമായിട്ട് പിണങ്ങിപ്പോട്ടെ, അത് ജനങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനുമാണെന്ന്
വിവരമുള്ള ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഈ പാർട്ടി എല്ലാവരും ചേർന്ന് ശക്തമാക്കണം. KCPയിൽ ഇപ്പോഴും അണികളുണ്ട്. ഈ പൊതുജനം നിങ്ങൾ ഇപ്പോഴും വിശ്വാസമുള്ളവരാ. അതുകൊണ്ട് അച്ഛൻ പാർട്ടി പ്രവർത്തനം നിർത്തി നിരാശനായിട്ട് മാറരുത്. ഇതൊരു മകളുടെ അപേക്ഷയല്ല, ഈ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ റിക്വസ്റ്റ്. ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല. എന്നെപ്പോലെ ഇത്രത്തോളം അപമാനിതനായ മറ്റൊരു രാഷ്ട്രീയ നേതാവുണ്ടോ? അപമാനിതനായെന്നും പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് ഓടിയൊളിച്ച നഷ്ടപ്പെട്ട അഭിമാനം തിരിച്ചു കിട്ടൂ. പ്രതിഷേധിക്കണം. അനന്തംപിള്ള പറഞ്ഞു കൂട്ടുന്ന അനാവശ്യങ്ങൾക്കെല്ലാം നല്ല മറുപടി കൊടുക്കണം. വർമ്മ സാർ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞവരുടെ വായ അടപ്പിക്കണം. അതിനുള്ളൊരു വേദിയാ സജീവമാകുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ഇലക്ഷനെ നേരിടണം. ജയിക്കോ തോക്കോ എന്നുള്ളതെല്ലാം നമ്മുടെ പ്രവർത്തനം പോലിരിക്കും. ഇലക്ഷനെ നമുക്ക് നേരിട്ടേ പറ്റൂ. ഈ ഇലക്ഷനെ നേരിടാൻ നമ്മുടെ കൂടെ 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് മതി. ആ, ഒരേ പാർട്ടിയുടെ കൊടിക്കീഴില് 10 മണ്ഡലങ്ങളിലെങ്കിലും മത്സരിക്കണം. അച്ഛൻ തല ഉയർത്തി സാമൂഹിക രംഗത്തേക്ക് മടങ്ങി വരണം. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വർമ്മ സാർ എന്ത് പറയുന്നു? നമുക്ക് പുതിയ പാർട്ടിയൊന്നും ഉണ്ടാക്കണ്ട, പഴയ പാർട്ടി തന്നെ മതി. നമുക്ക് ഇലക്ഷനെ നേരിടണം. സാറേ, ഇതൊരു ക്രിട്ടിക്കൽ മൂവ്മെന്റാ. വർമ്മ സാറിന്റെ അഭിപ്രായം ഇവിടെ വളരെ വിലപ്പെട്ടതാണ്. സാറിൽ നിന്ന് അനുകൂലമായൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ലേ സാറേ? പേടിച്ചാ പിന്നെ ഓടി ഒളിക്കാൻ നമുക്ക് കാടുകളില്ല. സാറെന്താ മറുപടിയൊന്നും പറയാത്തത്? പറയാം. നീ വന്നേ. നിന്നെ വിളിച്ചില്ല, നീ മാത്രം വന്നാ മതി. രാജു, ധൈര്യമായിട്ട് പോയിട്ട് വാ. ചെല്ല. കൊച്ചിനെ വഴക്കുവല്ലോ പറയോ രാജു?